Hello everyone, welcome to our new paper BCOS-184 e-commerce. E-commerce എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. നമ്മുടെ കൊമേഴ്സ് സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടറിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിലൈസ് ചെയ്താൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതൊരു എലക്ടീവ് പേപ്പറാണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മുടെ സിലബസ് ഏത് രൂപത്തിലുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഹോൾ സിലബസ് 5 ബ്ലോക്കായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1, 2, 3, 4 and 5. അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് ഉണ്ട്, രണ്ടാമത്തെ ബ്ലോക്കിൽ 2 യൂണിറ്റ്സ്, പിന്നെ 3, 4, 5 ബ്ലോക്കുകളിൽ 3 യൂണിറ്റ്സ് ഇതാണുള്ളത്. സോ ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ യൂണിറ്റ്സ് വരുന്നത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് ബേസിക്സ് ഓഫ് ഇ കോമേഴ്സ് ആണ്. ഇ കോമേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇ കോമേഴ്സ് ആണ്. എന്താണ് ഇ കോമേഴ്സ് എന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇതിൽ ഫസ്റ്റ് മീനിങ് ഓഫ് ഇ കോമേഴ്സ് വരും, പിന്നെ വെബ് പോർട്ടൽ എന്താണ്, അതുപോലെ തന്നെ ഇ കോമേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ APIs ഒക്കെ എന്താണ്, പിന്നെ കോമേഴ്സ്, മൾട്ടി ചാനൽ കോമേഴ്സ് ഒക്കെ എന്താണ്, ഈ ഒരു എമേജിങ് ടെക്നോളജീസ് ഉണ്ടല്ലോ, നമ്മുടെ ഓരോ കാലത്ത് മൊബൈലും അതുപോലെ തന്നെ 5G ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ, ഓരോ അഡ്വാൻസ്മെൻറ്റ്സിലും ഓരോ ടെക്നോളജി അപ്ഡേറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ്, മാറ്റങ്ങളാണ് നമ്മുടെ ഇ കോമേഴ്സിൽ വരിക എന്നുള്ളത് ഫസ്റ്റ് സെഷനിൽ പറയും. പിന്നെ ഈ ഒരു ഇ കോമേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ എവല്യൂഷൻ ഏത് രീതിയിലാണ് ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ടൈപ്സ് ഓഫ് ഇ കോമേഴ്സ് ഉണ്ട്, B2C, B2E എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സ് ഓരോന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതായത് ഇ കോമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ഇ കോമേഴ്സ് ബിസിനസ് മോഡൽസ് ആണ്. അതിൽ എന്താണ് ബിസിനസ് മോഡൽ എന്ന് പറയും, പിന്നെ അതിൻ്റെ ബിസിനസ് മോഡലിൻ്റെ കീ എലമെൻറ്റ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് മോഡൽസ് ഉണ്ട്, അതൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ ഓരോ ബിസിനസ് മോഡലും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അജൈൽ മോഡലുണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ ഒരു കോവിഡ് കാലത്ത് ഇ കോമേഴ്സിന് ഉണ്ടായ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഈ ഒരു ഇ കോമേഴ്സിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസാണ് ഡിസ്കസ് ചെയ്യുക. അതിൽ എന്താണ് ഡിസൈൻ കൺസിഡറേഷൻ, ഇ കോമേഴ്സിൽ ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്യുക, അതുപോലെ ഇതിലെ ടെക്നോളജീസ് ഏതൊക്കെ യൂസ് ചെയ്യുക, വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, വെബ്സൈറ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ആപ്പ് ബേസ്ഡും വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ലോഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ ആർക്കിടെക്ചറൽ ഫ്രെയിം വർക്കും അതുപോലെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട്, ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് ഏത് രീതിയിലാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുക, അതിൻ്റെ എമേജിങ് ടെക്നോളജീസ് ഉണ്ടല്ലോ, അതൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ ഇ കൊമേഴ്സിന് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇ ഗവേണൻസ് ആണ്. ഗവൺമെൻറ് സെക്ടറിൽ ഡീറ്റെയിലൈസ് ചെയ്തപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അതായത് ഈ ഗവൺമെൻറ്റും ഈ ഗവേണൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം പറയും. പിന്നെ ഈ ഗവേണൻസും ഈ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറയും. പിന്നെ ഗാർണേഴ്സ് എവല്യൂഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ട് മോഡൽ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഗവേണൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പിന്നെ ഇന്ത്യയിൽ ഇ കൊമേഴ്സ് അതല്ലെങ്കിൽ ഈ ഗവേണൻസ് ഏത് രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ ഏത് രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് യൂണിറ്റിൽ, അതായത് 4th യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ സെക്കൻഡ് ബ്ലോക്കിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ബ്ലോക്കിൻ്റെ പേര് വരുന്നത് ഈ പേയ്മെൻറ്റ് സിസ്റ്റംസ് ആണ്. അതിൽ ഈ പേയ്മെൻറ്റ്സും ഈ ബാങ്കിങ് 2 യൂണിറ്റ്സ് ഉള്ളത്. ഈ പേയ്മെൻറ്റ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഡെബിറ്റ് കാർഡ് വെച്ചിട്ടും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടും പിന്നെ ഗൂഗിൾ പേയ്സ് ഒക്കെ. അത് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുക എന്താണ് പേയ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ ഈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പേയ്മെൻറ്റും കൺവെൻഷണൽ പേയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസും, അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് ഗേറ്റ്വേസും, അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ്, സൈബർ കാർഡ്സ്, സ്മാർട്ട് കാർഡ്, ഇ വാലറ്റ്, ക്രിപ്റ്റോ കറൻസി ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ബാങ്കിങ്ങിലേക്ക് വരുമ്പം എന്താണ് ഈ ബാങ്കിങ്ങിൻ്റെ കോൺസെപ്റ്റ്, അതുപോലെ അതിൻ്റെ ടെക്നോളജി, ഏതൊക്കെ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്. EFT എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഉണ്ടല്ലോ, നമ്മൾ മൊബൈൽ വഴി, ഫെഡ് മൊബൈൽ വഴി, അതല്ലെങ്കിൽ HDFCൻ്റെ ഓരോന്നിൻ്റെ ബാങ്ക് ആപ്ലിക്കേഷൻസ് വഴി IMPS ആയിട്ടും RTGS ആയിട്ടൊക്കെ മണി ട്രാൻസ്ഫർ നടത്തുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് നെഫ്റ്റ്, RTGS എന്താണ്, IMPS UPI ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെർച്വൽ കറൻസി എന്താണ്, ഓട്ടോമേറ്റഡ് ക്ലീനിങ് ഹൗസ് എന്താണ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് തേർഡ് ബ്ലോക്കാണ്. തേർഡ് ബ്ലോക്കിൻ്റെ പേര് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹോസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇ കൊമേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് വെബ്സൈറ്റ് വേണമല്ലോ. ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, അതെങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബ്ലോക്കിൽ കംപ്ലീറ്റ്ലി പറയുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ യൂണിറ്റ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആണ്. എന്താണ് വെബ്സൈറ്റ്,
ഈ വെബ്സൈറ്റിൻ്റെ എവല്യൂഷൻ ഏത് രീതിയിലാണ് ഉണ്ടായത്, വെബ്സൈറ്റ് ഏത് രീതിയിൽ യൂസ് ചെയ്യുക, അതുപോലെ അതിന് വേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. അതിൽ മേജറായിട്ടുള്ള പ്രോട്ടോകോൾസ് ഏതൊക്കെയാണ്, HTTPS ഒക്കെ ഉണ്ട്, അത് ഏതാണെന്ന് ഡിസ്കസ് ചെയ്യും. പിന്നെ വെബ്സൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, ഡിസൈൻ ചെയ്തിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, പിന്നെ വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് ടെക്നിക്കൽ സൈഡൊന്നും പറയുന്നില്ല, ഏത് രീതിയിലാണുള്ള തിയറിറ്റിക്കൽ സൈഡ് മാത്രമാണ് പറഞ്ഞു പോവുക. പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് വരുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്ലാറ്റ്ഫോം ഏത് രീതിയിലാണുള്ളതാണ് നമ്മുടെ 8th യൂണിറ്റ് വരുന്നത്. അതായത് ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്താണെന്ന് ആദ്യം പറയും, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഫംഗ്ഷൻസ് ഒക്കെ പറയും. പിന്നെ ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ ഫോർ സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മിഡ് സൈസ് ടു ലാർജ് ബിസിനസ് ഉണ്ട്. പിന്നെ ലാർജ് ബിസിനസ് ഉണ്ടല്ലോ, MNCs ഒക്കെ ഉണ്ടാവല്ലോ, അവർക്ക് വേണ്ട ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക് ഇ-കൊമേഴ്സ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിൽ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് ഈ ബ്ലോക്കിൽ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് യൂണിറ്റ് 9 ആണ്, അതായത് വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സോ ആദ്യം തന്നെ എന്താണ് സെർവർ എന്ന് പറയും, സെർവേഴ്സ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ എന്താണ് വെബ് സെർവർ എന്ന് പറയും, വെബ് സെർവറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ മെയിൽ സെർവർ എന്താണ്, നമ്മൾ ജിമെയിൽ വെച്ചിട്ടാണല്ലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ലോഗിൻ ചെയ്യുക. സോ ഈ ഒരു ഫ്ലിപ്കാർട്ടിലൊക്കെ ലോഗിൻ ചെയ്യുമ്പം അതിൻ്റെ മെയിൽ സെർവേഴ്സ് വേണം. മെയിൽ സെർവേഴ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൽ സെർവേഴ്സ്, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, അതായത് മെയിൽ എങ്ങനെയാണ് സെൻഡ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഏതൊക്കെ OS ആണ് ഇതിന് യൂസ് ചെയ്യുക, അതുപോലെ വെബ് സെർവർ ഹാർഡ്വെയർ ഉണ്ട്, ഏതൊക്കെ ഹാർഡ്വെയർസ് വെച്ചിട്ടാണ്, ഏതൊക്കെ സോഫ്റ്റ്വെയർസ് വെച്ചിട്ടാണ് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ആപ്ലിക്കേഷൻ സെർവർ സോഫ്റ്റ്വെയറും, പിന്നെ വെബ് സെർവർ, ആപ്ലിക്കേഷൻ സെർവർ, അങ്ങനെ സെർവർ ക്ലയൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 4 സൈബർ സെക്യൂരിറ്റി IT ആക്ട് ആണ് വരുന്നത്. നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തല്ല, അതിന് സെക്യൂരിറ്റി വേണ്ടേ, അത് ആർക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന കോലത്തിലായിരിക്കരുതല്ലോ. സോ അത് നമ്മൾ സെക്യൂർഡ് ആയിരിക്കണം, ഓരോ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സെക്യൂർഡ് ആയിരിക്കണം. സോ അത് എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയും. പിന്നെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയും സൈബർ സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയും. പിന്നെ സൈബർ വേൾഡിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിലാണ് സൈബർ സ്പേസ്, സൈബർ സെക്യൂരിറ്റിക്ക് വരിക. പിന്നെ ഈ ഒരു സൈബർ സെക്യൂരിറ്റിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത്, നീഡ്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഒക്കെ പറയും. പിന്നെ IoTയിലും അതുപോലെ സൈബർ വേൾഡിലേക്കുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സൈബർ ബാരിയേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്തിന് ബുദ്ധിമുട്ടുള്ളതെന്ന് പറയും. സൈബർ ക്രൈമും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ യൂണിറ്റ് നമ്പർ 11 സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. സോ സൈബർ സെക്യൂരിറ്റി എന്താണെന്നുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു, 10th യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണെന്ന് പറയും, IoTയിൽ ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് പറയും. IoT എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് മെഷീൻ ലേണിംഗ് ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അതിലേക്ക് കടക്കുമ്പം ഇതിൻ്റെ സൈബർ സെക്യൂരിറ്റിൻ്റെ ആവശ്യകത എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻ്റർനെറ്റിലുള്ള ഇൻഫർമേഷൻ ചോർന്ന് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താണെന്നുള്ളത്, അതിൻ്റെ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ സൈബർ ഫോറൻസിക് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ് ഇൻ്റർനെറ്റിൽ ഏത് രീതിയിൽ സെക്യൂർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സിൽ പറയും. പിന്നെ ഇതിൽ 12th യൂണിറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ബ്ലോക്ക് 4 ലാസ്റ്റ് യൂണിറ്റ് IT ആക്ട് 2000 ആണ്. അതായത് 2000 നമ്മുടെ IT ആക്ട് നിലവിൽ വന്നു, അതിൻ്റെ ശേഷം അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഈ IT ആക്ടിൻ്റെ ഫോർമുലേഷൻ എങ്ങനെയാണ്, അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ ഡിജിറ്റൽ സിഗ്നേച്ചറും എൻക്രിപ്ഷന് കാര്യങ്ങളൊക്കെ എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു IT ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് 4 നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യും. ആൻഡ് അറ്റ് ലാസ്റ്റ് ബ്ലോക്ക് നമ്പർ 5 ആണ് ഓൺലൈൻ പോർട്ടൽ ആൻഡ് അപ്ലിക്കേഷൻ. എന്താണ് ഓൺലൈൻ പോർട്ടൽ, അതിൻ്റെ അപ്ലിക്കേഷന് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ പറയാം. ഇതിലുള്ള ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്ന യൂണിറ്റ് നമ്പർ 13 ടെയിലിംഗ് ആണ്. ഈ ടെയിലിംഗ് എന്താണ്, അതിൻ്റെ മോഡൽസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ റീറ്റെയിൽ ഉണ്ടല്ലോ, റീറ്റെയിൽ സെക്ഷൻ ഡീറ്റലൈസ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് മാറ്റങ്ങൾ വരിക എന്നുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ ഇന്ത്യയിൽ ടെയിലിംഗ് ഏത് രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. പിന്നെ 14th യൂണിറ്റ് ആയിട്ട് വരുന്നത് ഈ സർവീസസ് ആണ്. ഈ സർവീസസിൽ എന്താണ് ഈ സർവീസിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതുപോലെ ഫിൻടെക് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി എന്താണ്, അതുപോലെ ഈ ഫിൻടെക്കിൻ്റെ ബാക്കിലെ ടെക്നോളജീസ്, ആ ഒരു കോൺസെപ്റ്റിൻ്റെ ബാക്കിലെ ടെക്നോളജീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ സർവീസസ്, ഒരുപാട് സർവീസസ്, പിന്നെ ബജാജ് ഫിൻസർവ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സർവീസസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ ഈ ഓപ്ഷൻ സർവീസസ്, ലേലം വിളി, ഓൺലൈനായിട്ടുള്ള ലേലം വിളി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ ഈ ലേണിംഗ്, ഈ പബ്ലിഷിംഗ്, ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ്, നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു സെഷനിൽ ഈ സർവീസസിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് 15th യൂണിറ്റ്, അതായത് നമ്മുടെ ബ്ലോക്ക് 5ൻ്റെയും നമ്മുടെ ഈ ഒരു പേപ്പറിന് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്ന ആപ്പ് ബേസ്ഡ് കൊമേഴ്സ് ആണ്. അതിൽ എന്താണ് ആപ്പ് എന്നുള്ളത് ആദ്യം പറയും. പിന്നെ ഈ ആപ്പ് ഡെവലപ്മെൻറ്റിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്, ഒരുപാട് സ്റ്റെപ്സ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഒരു ആപ്ലിക്കേഷനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യണത്. സോ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് ഫ്രെയിം വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നേറ്റീവ് ആയിട്ടും അതുപോലെ ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് എന്താണെന്നുള്ളത് മാത്രമേ നമ്മളിങ്ങനെ
പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ആപ്പ് സ്റ്റോർ, നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ, ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോറൊക്കെ ഉണ്ടല്ലോ, അതെന്താണെന്നുള്ളത് പറയും. പിന്നെ വേരിയസ് ഡൊമൈൻസിനും വേരിയസ് ടെക്നിക്സിനും ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് സപ്പോർട്ട് ആവുക കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുന്നത്. സോ ഓരോ യൂണിറ്റ് ആയിരിക്കും നമുക്ക് കാണാം. ബൈ.